നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറച്ചു മുമ്പ് ഞാൻ വന്ന് വിളിച്ചു നോക്കിയതാ. ചെറിയൊരു വൈകാരിക തോന്നിയായിരുന്നു. എന്നാലും ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചതാ. ഇന്നലെ രാത്രിയില് അമ്മയുടെ അടുത്ത് വന്നിരുന്നപ്പോ എന്നോടൊരു ചോദ്യം, ഞാനിനി എത്ര നാളുണ്ടാവൂടാ രാമകൃഷ്ണന്ന്. അതൊരു യാത്ര പറച്ചിലാവുന്ന എനിക്ക് മനസ്സിലായില്ല പോലെ. ഹരി, നീ അമ്മാവന്റെ അടുത്ത് തന്നെ ഇരിക്കും. ഞാൻ ചടങ്ങിന്റെ കാര്യങ്ങൾ നോക്കിട്ട് വരാം. ചെറുക്കനെന്താ ഇതുവരെ വരാത്തെ? വരുമെന്ന് പറയുന്നല്ലാതെ ആളെ കാണുന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ പെണ്ണുങ്ങളെ? ചെറുക്കൻ വന്നാലും വന്നില്ലെങ്കിലും അത് അവര് നോക്കിക്കോളും. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ, എന്തു പറ്റി? അല്ല, എന്നാലും ചെറുക്കൻ വരാത്തതെന്താ? മുഹൂർത്താവാറായല്ലോ. അത് കഴിഞ്ഞാ പിന്നെ ചടങ്ങ് നടക്കില്ല കേട്ടോ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. പ്രസിഡന്റ്, സദാനന്ദട്ട് സമാധാനായിട്ടിരിക്കേ. നിങ്ങൾ രണ്ടാളും കൂടി കളിക്കാം. മുഹൂർത്തം കഴിഞ്ഞാലേ തിരുമേനി അങ്ങ് പോവും. ഞാൻ എന്ത് ചെയ്യണം സാറേ? ജീവൻ സാറെ വിളിച്ചിട്ട് കിടക്കവേ ഇല്ല. രഘുവേട്ട, അകത്ത് മുഴുവൻ പയ്യൻ വരാത്തതിനെ കുറിച്ചാ ചർച്ച. ഞാൻ അതാ അവനോട് സംസാരിച്ചോണ്ടിരുന്നേ. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ഇനി എന്ത് ചെയ്യും? നിശ്ചയം മാറ്റി വെക്കേണ്ടി വന്ന ആ അച്ഛനും മോളും അത് താങ്ങില്ല. താമ്പാ, ഞാനേ അവരോടൊന്ന് സംസാരിക്കട്ടെ. നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ക പോയി സാക്കട കിടക്ക എന്റെ പയ്യില്. ആളുകളെല്ലാം പറസല്ലി വെച്ചിട്ടും ഓരോന്നും പണിട്ട്. അത് പിന്നെ എന്താണെന്നറിയോ, മോൻ സുഖമില്ലാത്ത ഒരാളടുത്ത് പോയിരിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അയാൾക്ക് പെട്ടെന്ന് സീരിയസ് ആയി. ഇപ്പൊ ഇവിടെ ജീവൻ മാത്രമല്ലേ ഉള്ളൂ, ഇട്ടിട്ട് പോരാനും പറ്റില്ലല്ലോ. അല്ല, ഒരു കണക്കിന് പറഞ്ഞാൽ ഈ വിവാഹ നിശ്ചയത്തിന് ചെറുക്കൻ വേണമെന്നുള്ള ആചാരമൊക്കെ പതുക്കെ പതുക്കെ വന്നതല്ലേ. മുമ്പ് കുടുംബത്തിലെ കാരണവന്മാരിരുന്ന് തീരുമാനിച്ചിരുന്നതല്ലേ. അങ്ങനെയല്ലേ തിരുമേനി? അതെ, എന്നാലും നാട്ടാചാരങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ചായിരിക്കുമല്ലോ കാര്യങ്ങള്. തിരുമേനി, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. ഈ മോതിരം മാറാനുള്ള സമയമാകുമ്പോഴേക്കും ജീവനിങ്ങ് വന്നോളും. അതിപ്പോ എന്തുറപ്പില്ല? ദൈവത്തിന്റെ ഉറപ്പ്. നമ്മളൊക്കെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഉറപ്പ്. എന്നാ പിന്നെ നമുക്ക് ആരംഭിക്കാല്ലേ തിരുമേനി? ആയിക്കോട്ടെ, പെൺകുട്ടിയെ വിളിച്ചോളൂ. മോളെ വിളിച്ചോ. മോളെ, വാ മോളെ. ചേട്ടൻ എത്തിയോ മേ? ഇപ്പൊ വരും മോളെ. നമുക്ക് അങ്ങോട്ട് പോവാം.
എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചോളൂ. എന്നാൽ പിന്നെ ആദ്യം ജാതകം കൈമാറാം, അതിനുശേഷമാവാം മോതിരം മാറ്റം. അച്ഛന്മാരെന്നാ ഇങ്ങോട്ട് ഇരുന്നോളൂ. ജാതകം കൈമാറാൻ വരട്ടെ. മോനെ, എന്താ ഇത്? അമ്മയ്ക്ക് ഇത് ആരാണെന്ന് അറിയണം. അറിയണമെങ്കിൽ ചോദിക്കേണ്ടത് നിത്യയോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.